ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇനി നമുക്കൊരു കിടുക്കാച്ചി കപ്പയും മുളക് ചമ്മന്തി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിനാവശ്യമായിട്ട് വേണ്ടത് ഒരു 1/2 കിലോ കപ്പ. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കുക, പിന്നെ ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഈ കപ്പ മൂടാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കുക്കറിൽ വെച്ച് വേവിക്കുക. ഏകദേശം ഒരു 2 വിസിലാണ് കപ്പ വേവാനായിട്ട് ആവശ്യമുള്ളത്. പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ കിട്ടുന്ന കപ്പയ്ക്ക് അനുസരിച്ച് വേവ് മാറും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളത് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെയെല്ലാം ഈ കപ്പയ്ക്ക് കസാവ എന്നാണ് പറയുന്നത്. നാട്ടിൽ നമ്മൾ ടപ്പിയോക്ക എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കപ്പ വെന്തോന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്, ഒന്ന് ഉടച്ച് നോക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ കപ്പയിലെ വെള്ളം ഊറ്റിക്കളയാം. ഒരു ഡ്രെയിനറിലേക്ക് ഇട്ട് കപ്പയിലെ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം വീണ്ടും തിരിച്ച് കപ്പ നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു തവിയോ കയ്യിലോ സ്പൂണോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ കപ്പ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. നന്നായിട്ട് ഉടച്ച് അതിനുശേഷം നമ്മൾ ഇനി താളിക്കാൻ പോവാണ്. അതിനാവശ്യമായിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കടുക്, വറ്റൽമുളക്, ഒരു പകുതി സവാള അരിഞ്ഞത്. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയുള്ളി ചേർക്കാവുന്നതാണ്. അപ്പോൾ പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കടുകും വറ്റൽമുളകും ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് പൊട്ടി വരുന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇത് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ചേർത്താലും മതി. പിന്നെ ഒരു 3 പച്ചമുളക് കുനുകുനാന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ പകുതി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ സമയത്ത് നമുക്ക് അല്പം ഉപ്പ് ചേർക്കാവുന്നതാണ്. നമ്മൾ കപ്പ വേവിച്ചപ്പോൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിനാൽ ഈ ഒരു സവാള വഴണ്ട് വരുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതിയാകും. അതിനുശേഷം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 2 തവി ഉപയോഗിച്ച് നന്നായിട്ട് ഈ ഒരു മസാല ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കപ്പ ആണിത്. ഇനി നമ്മൾ ഇതിലേക്ക് ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഒരു 1/2 സവോള, പച്ചമുളക്, ഉപ്പ്, ഒരു ചെറിയ കഷ്ണം പുളി, ഇത് നന്നായി മിക്സിയിൽ അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കപ്പയും മുളക് ചമ്മന്തിയും റെഡി ആയിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ സാധിക്കുന്ന, നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻറ്റും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.